കേരള പിറവി പ്രസംഗം. എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം. ഇന്ന് നമ്മൾ അഭിമാനത്തോടെ ആചരിക്കുന്നത് നമ്മുടെ സ്വന്തം നാടിന്റെ ജന്മദിനം, കേരള പിറവി ദിനമാണ്. പ്രതിവർഷം നവംബർ 1 കേരളം രൂപം കൊണ്ടത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസം മലയാളികൾ ലോകമെമ്പാടും ആഘോഷിക്കുന്നു. 1956 ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 പ്രദേശങ്ങൾ ചേർന്ന് പുതിയൊരു സംസ്ഥാനം രൂപപ്പെട്ടു. അതാണ് ഇന്ന് നാം അഭിമാനത്തോടെ വിളിക്കുന്ന കേരളം. കേരളം രൂപം കൊണ്ടത് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി. മലയാളം എന്നത് നമ്മുടെ ആത്മാവാണ്. അതാണ് നമ്മെ ഒരുമിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി. ഇതിലൂടെ മലയാളികൾക്ക് സ്വന്തം ഭാഷയിൽ സ്വപ്നം കാണാനും അതിലൂടെ വളരാനും വഴിയൊരുങ്ങി. നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഇവിടെ പ്രകൃതിയുടെ സൗന്ദര്യവും സാംസ്കാരിക പൈതൃകവും ജനങ്ങളുടെ സഹിഷ്ണുതയും സമന്വയിക്കുന്നു. നിരക്ഷരത ഇല്ലാതാക്കിയ ആദ്യ സംസ്ഥാനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മുന്നിൽ നിൽക്കുന്ന മാതൃകാ സംസ്ഥാനം, അതാണ് നമ്മുടെ കേരളം. നമുക്ക് അഭിമാനിക്കാവുന്ന വ്യക്തികളെയും നന്മകളെയും കേരളം ലോകത്തിന് നൽകിയിട്ടുണ്ട്. കവി കുമാരനാശാൻ, ഗുരുവായൂരപ്പൻ, ശ്രീനാരായണ ഗുരു, AKG, വൈക്കം മുഹമ്മദ് ബഷീർ, KR നാരായണൻ, ഇവരൊക്കെ കേരളത്തിന്റെ അഭിമാന നക്ഷത്രങ്ങളാണ്. എന്നാൽ നാം ഓർക്കേണ്ടത്, ഈ നേട്ടങ്ങൾ നിലനിർത്താനും നമ്മുടെ മാതൃഭാഷയും പൈതൃകവും സംരക്ഷിക്കാനും ഓരോരുത്തർക്കും കടമയുണ്ടെന്നതാണ്. മലയാളം സംസാരിക്കുക, കേരളത്തിന്റെ സംസ്കാരത്തിൽ അഭിമാനിക്കുക, നമ്മുടെ പരിസ്ഥിതി കാക്കുക, ഇതാണ് കേരള പിറവിയുടെ യഥാർത്ഥ അർത്ഥം. കേരളം ഒരു ഭൂപടത്തിലെ പേര് മാത്രമല്ല, അത് നമ്മുടെ മനസ്സിലെ ഒരു വികാരമാണ്, നമ്മുടെ അസ്തിത്വമാണ്. നമുക്ക് ഒരുമിച്ച് പറയാം, എന്റെ മണ്ണ്, എന്റെ ഭാഷ, എന്റെ അഭിമാനം, എന്റെ കേരളം. സമാധാനവും സ്നേഹവും നിറഞ്ഞ ഈ കേരളം എന്നേക്കുമായി ലോകത്തിന് മാതൃകയാവട്ടെ. ജയ് കേരളം, ജയ് മലയാളം. ഒരിക്കൽ കൂടി എല്ലാവർക്കും കേരള പിറവി ആശംസകൾ. നന്ദി.